ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ നമ്മുടെ പാരീസ് ട്രിപ്പിന്റെ വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. കുറെ ആൾക്കാര് ഞങ്ങൾ പോയ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷെങ്കൻ വിസ എങ്ങനെയാണ് എടുത്തത്, പാരീസിൽ പോയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാന്നുള്ളത്. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഷെങ്കൻ വിസ എങ്ങനെ എടുക്കുന്നതെന്നും എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണ്ടെന്നുള്ളത് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വിത്ത് ഡെമോൺസ്ട്രേഷൻ ആണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇൻട്രോ പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല. വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജി ആൻഡ് എസ്. ഞാൻ പറയാൻ പോകുന്നത് ഷെങ്കൻ വിസ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ്. ഫസ്റ്റ് ഡോക്യുമെന്റ് ഷെങ്കൻ വിസയ്ക്ക് വേണ്ടത് പാസ്പോർട്ട് ആണ്. അപ്പോൾ പാസ്പോർട്ട് നിങ്ങൾ കൊടുക്കുന്ന ടൈമിൽ മിനിമം ഒരു 6 month എക്സ്പയറി ഡേറ്റ് വെച്ചിട്ടുള്ള ഒരു പാസ്പോർട്ട് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. അറ്റ്ലീസ്റ്റ് 2 പേജ് എങ്കിലും ബ്ലാങ്ക് ആയിട്ട് വേണം പാസ്പോർട്ടിൽ. ഇനി രണ്ടാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നതാണ് BRP. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് BRP അത്ര ആവശ്യമില്ല, പക്ഷേ നമുക്ക് ഇ വിസയുടെ ഡോക്യുമെന്റ്സ് വേണം, പ്ലസ് ഷെയർ കോഡും കൂടെ വേണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ ചോദിച്ചത് പാസ്പോർട്ടും BRP ആയിരുന്നു. അപ്പൊ ഈ 2 ഡോക്യുമെന്റ്സ് അവർക്ക് കിട്ടി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് മൂന്നാമത് അവർ ചോദിച്ചത് ഇ വിസയും ഷെയർ കോഡും ആയിരുന്നു. അപ്പൊ ഇ വിസയും ഷെയർ കോഡും നിങ്ങൾ കോപ്പി തന്നെ എടുത്തിട്ട് പോകണം. ഇപ്പൊ നിങ്ങൾക്ക് കോപ്പി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ചെന്നിട്ട് നിങ്ങൾ കോപ്പി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇ വിസ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് ആണ് കേട്ടോ. പിന്നെ ഷെയർ കോഡ് എല്ലാവർക്കും എടുക്കാനായിട്ട് അറിയാമല്ലോ. അപ്പൊ ആ ഒരു ഷെയർ കോഡിന്റെ കോപ്പി കോഡ് ഞങ്ങൾക്ക് വേണേ. അടുത്തൊരു ഡോക്യുമെന്റ് എന്ന് പറയുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്, ആപ്ലിക്കേഷൻ ഫോം. അപ്പം നിങ്ങൾ ഏത് കൺട്രി ആണോ വിസിറ്റ് ചെയ്യുന്നത് ആ ഒരു കൺട്രിയുടെ രീതിയിലുള്ള ഷെങ്കൻ വിസയുടെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഗൂഗിളിൽ തപ്പി കിട്ടാനായിട്ട് പറ്റും. അപ്പൊ ഞങ്ങൾ ഫ്രാൻസിൽ ചൂസ് ചെയ്തുകൊണ്ട് ഫ്രാൻസ് ആപ്ലിക്കേഷൻ ഫോം ആയിരുന്നു ഞങ്ങൾ ഫിൽ ചെയ്തത്. 6ാമത് വരുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ട്രാവൽ ഇൻഷുറൻസ്. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന അത്രയും ദിവസത്തെയുള്ള ട്രാവൽ ഇൻഷുറൻസ് കൂടെ നിങ്ങൾ എടുത്തു. 7ാമത്തെ ഒരു ഡോക്യുമെന്റ് ആണ് ഹോട്ടൽ ബുക്കിംഗ്. അപ്പോൾ ഹോട്ടൽ ബുക്കിങ്ങിന്റെ ഒരു കൺഫർമേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ അതിന്റെ ഇൻവോയ്സോ അല്ലെങ്കിൽ മെയിൽ കൺഫർമേഷൻ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് നിങ്ങൾ പ്രിന്റ് എടുത്താൽ മതി. 8ാമത്തെ ഒരു ഡോക്യുമെന്റ് ആണ് ടിക്കറ്റ്. അപ്പൊ നിങ്ങൾ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണോ ഉപയോഗിക്കുന്നത് ആ ഒരു രീതിയിലുള്ള ടിക്കറ്റ് വേണം എടുക്കാനായിട്ട്. ഇപ്പൊ ഫ്ലൈറ്റ് ആണെങ്കിൽ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ്, ഫ്ലിക്സ് ആണെങ്കിൽ ഫ്ലിക്സിന്റെ ടിക്കറ്റ്, പിന്നെ മറ്റേ ട്രെയിൻ ആണെങ്കിൽ ട്രെയിനിന്റെ ടിക്കറ്റ്. അപ്പൊ ഏതെങ്കിലും ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷന്റെ ആ ഒരു ടിക്കറ്റ് കാണിച്ചിരിക്കണം. ഏത് ദിവസം പോകുന്നതും വരുന്നതും നിങ്ങൾ കാണിച്ച ഡോക്യുമെന്റ് ആണ് ട്രാവൽ ഐറ്റിനറി. ട്രാവൽ ഐറ്റിനറി ഓപ്ഷണൽ ആണ്, വേണേ വെച്ചാൽ മതി. അപ്പൊ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ട്രാവൽ ഐറ്റിനറി. ട്രാവൽ ഐറ്റിനറി എങ്ങനെ വെച്ചെന്ന് വെച്ചാല് 6ാം തീയതി ഇവിടുന്ന് ഇറങ്ങി 6ാം തീയതി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അന്നത്തെ ദിവസം ഒന്നും ചെയ്തില്ല എന്നുള്ള രീതിയിലായിരുന്നു എഴുതിയത്. പിന്നെ 7ാം തീയതി ഏതൊക്കെ ഡെസ്റ്റിനേഷൻസ് ആണോ പോകുന്നുള്ള എഴുതിയിട്ടുണ്ടായിരുന്നു. 8ാം തീയതി എഴുതിയിട്ടുണ്ടായിരുന്നു. 9ാം തീയതി ആയിരുന്നു ഞങ്ങൾ തിരിച്ചു വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു രീതിയിൽ വേണം ഞങ്ങളൊരു ഐറ്റിനറി ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ആ ഐറ്റിനറി തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഐറ്റിനറി മാത്രം ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെന്റ് ആണ് എംപ്ലോയി ലെറ്റർ അല്ലെങ്കിൽ കോൺട്രാക്ട്. അപ്പൊ എംപ്ലോയി ലെറ്റർ എന്ന് പറയുമ്പോൾ യൂഷ്വലി ലെറ്റർ പാഡിൽ എഴുതിയാണ് അവർ തരുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒരു കേസിൽ ഞങ്ങൾക്ക് എംപ്ലോയി ലെറ്റർ ഇല്ലായിരുന്നു, ഞങ്ങൾ കോൺട്രാക്ട് ആയിരുന്നു കൊടുത്തത്. കോൺട്രാക്ട് കൊടുത്താലും കുഴപ്പമില്ല, ജസ്റ്റ് അവർക്ക് അറിഞ്ഞാൽ മതി നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നതും ഏത് പൊസിഷനായിട്ട് വർക്ക് ചെയ്യുന്നതും ഒക്കെ. ജസ്റ്റ് ആ ഒരു കാര്യം മാത്രം അവർക്ക് അറിഞ്ഞാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനൂടെ തന്നെ വരുന്നൊരു കാര്യമാണ് പേ സ്ലിപ്പ്. 3 months പേ സ്ലിപ്പ് വേണം സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ പേ സ്ലിപ്പിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ അതിന്റെ ഒരു 3 months പേ സ്ലിപ്പ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ 3 months ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൂടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ കൂട്ടത്തിലൊക്കെ തന്നെ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് കവർ ലെറ്റർ. അപ്പൊ കവർ ലെറ്ററിനകത്ത് നിങ്ങൾ UK എന്താണോ ചെയ്യുന്നത്, നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ എന്തിനാണ് പാരീസ് വിസിറ്റ് ചെയ്യുന്നതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ ഞങ്ങളുടെ കേസിൽ പാരീസ് വിസിറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ 2nd വെഡിങ് ആനിവേഴ്സറിയുടെ പ്രമാണിച്ചായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് ഞങ്ങൾ എഴുതിയത്. വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി ഒന്ന് ട്രാവൽ ചെയ്യാനായിട്ടാണ് പാരീസ് നോക്കുന്നത് എന്നുള്ളത്. പിന്നെ ജസ്റ്റ് എത്ര ദിവസമാണ് അവിടെ സ്പെൻഡ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയാൽ മതി. എന്നിട്ട് വരുന്ന കാര്യമാണ് ഫോട്ടോസ്. അപ്പോൾ 2 ഫോട്ടോസ് ആണ് കേട്ടോ വരുന്നത്. ഷെങ്കൻ വിസയ്ക്ക് വേണ്ടത് 2 ഫോട്ടോസ് ആണ്. അപ്പൊ സാധാരണ ഒരു നോർമൽ സൈസ് ഫോട്ടോ അല്ല ഷെങ്കൻ വിസയ്ക്ക് വേണ്ടത്. ഷെങ്കൻ വിസയ്ക്ക് വേണ്ട ഫോട്ടോയുടെ സൈസ് ഏതാന്ന് വെച്ചാൽ 35 to 40 mm സൈസ് ആണ് ഫോട്ടോ സൈസ് വരുന്നത്. വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പൊ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട സ്റ്റുഡിയോ പോയി ഫോട്ടോ എടുക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ ഫോട്ടോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫോട്ടോ ബൂത്ത് കാണും. ഫോട്ടോ ബൂത്ത് തന്നെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. ഫോട്ടോ എടുക്കുന്ന ടൈമിൽ 2 ചെവിയും പ്ലസ് ഷോൾഡേഴ്സും കൂടി കാണുന്ന രീതിയിൽ വേണം ഫോട്ടോ എടുക്കാനായിട്ട്. ഇനി ടിക്കറ്റിന്റെ കാര്യം ഞാൻ പറയാം. ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിൽ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. ഇപ്പൊ ഞങ്ങൾ പോയത് ഫ്ലിക്സ് ബസ്സിലാണ്. ഫ്ലിക്സ് ബസ്സിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ലണ്ടൻ വിക്ടോറിയ എന്നായിരുന്നു ഫ്ലിക്സ്. അപ്പം അവിടുന്ന് ഫ്ലിക്സ് ബുക്ക് ചെയ്തിട്ട്
ഫെറി വരിയായിരുന്നു ഞങ്ങൾ പാരീസിലെത്തിയത്. അപ്പം ജസ്റ്റ് ആ ഫ്ലിക്സ് ബസിന്റെ ബുക്കിംഗ് മാത്രം കാണിച്ചാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പ്രൈവറ്റ് വണ്ടിയിലാണ് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയും പോകാനായിട്ട് പറ്റും. അതും ഫെറി ത്രൂ ആണ് പോകുന്നത്. പിന്നെ നമുക്ക് ട്രെയിൻ ഒരു ഓപ്ഷനാണ്. യൂറോസ്റ്റാർ എന്ന് പറഞ്ഞ ആ ഒരു ട്രെയിൻ വഴി നമുക്ക് പാരീസിലോട്ട് പോകാനായിട്ട് പറ്റും. പിന്നെ ലാസ്റ്റ് ഓപ്ഷനാണ് ഫ്ലൈറ്റ് രീതിയിൽ ഫ്ലൈറ്റിന് ടിക്കറ്റ് കാണിച്ചാലും മതി. നിങ്ങൾ പോയത് ഫ്ലിക്സ് ബസിന്റെ ആ ഒരു ജേർണി ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഞങ്ങൾ 10 to 12 ടു ലണ്ടൻ വിക്ടോറിയ ട്രെയിൻ വഴിയാണ് പോയത്. ലണ്ടൻ വിക്ടോറിയ ഫ്ലിക്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ഫ്ലിക്സ് എടുത്തിട്ട് ഡോവറിലാണ് നമുക്ക് ഫെറിയുടെ ഒരു യാത്ര വരുന്നത്. അപ്പൊ ഡോവറിൽ ഫെറിയിൽ കയറുന്നതിന് മുന്നേ നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ. ഫ്ലിക്സ് ബസ്സിൽ കയറുന്നതിന് മുന്നേ തന്നെ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്യും. ജസ്റ്റ് അവർ ആ ഒരു നമ്മുടെ ഫ്രണ്ട് പേജൊക്കെ സ്കാൻ ചെയ്യത്തേ ഉള്ളൂ. പക്ഷെ ഡോവറിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് പേജും ആ ഒരു വിസ സ്റ്റാമ്പൊക്കെ അവർ നോക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മറ്റേ ഡേറ്റ് ഓഫ് ആ എൻട്രി ആ ഒരു സ്റ്റാമ്പ് നമുക്ക് ഇട്ട് തരും. എന്നിട്ട് പിന്നെ അവർ സ്റ്റാമ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫെറിയിലോട്ടുള്ള കയറാനുള്ള ആ ഒരു അവസരമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഫെറിയിലൊക്കെ കയറി കഴിഞ്ഞ് ഒരു 1.5-2.5 മണിക്കൂറോളം ഉണ്ട് ഫെറിക്കകത്ത്. എന്നിട്ട് പിന്നെ ബാക്കി നമ്മുടെ ആ ഫ്ലിക്സ് ബസ്സിൽ കയറിയിട്ട് തന്നെ നമ്മുടെ ആ ഒരു ഫ്രാൻസിലുള്ള ആ ഒരു ഫ്ലിക്സ് സ്റ്റോപ്പിലായിരിക്കും അവർ കൊണ്ട് നിർത്തുന്നത്. വരുമ്പോഴും ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. പാരീസിൽ നിന്ന് ഒരു ഫ്ലിക്സിന്റെ സ്റ്റോപ്പ് കാണും. ആ ഫ്ലിക്സ് സ്റ്റോപ്പിൽ നിന്ന് ഖാലൈ എന്ന് പറഞ്ഞ ഒരു പോർട്ടലായിരിക്കും നമുക്ക് ഫെറി വരുന്നത്. അപ്പം അവിടെയും ഇതുപോലെ തന്നെ സെയിം UK ബോർഡർ മറ്റേ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കും. എന്നിട്ട് നമുക്ക് സ്റ്റാമ്പ് അടിച്ചു തരും. എന്നിട്ട് പിന്നെ തിരിച്ച് ഫെറിയിലോട്ട് കയറിയിട്ട് തിരിച്ച് പിന്നെ നമ്മൾക്ക് ഫ്ലിക്സിൽ നിന്ന് ലണ്ടൻ വിക്ടോറിയയിലോട്ട് ഇറങ്ങാനായിട്ട് പറ്റും. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് എമൗണ്ടിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഓരോ കാര്യങ്ങളുടെ എമൗണ്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ വന്ന ആ ഒരു എമൗണ്ടിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ആ ഒരു വിസ ആപ്ലിക്കേഷൻ ഫീ, അത് 90 യൂറോ ആണ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ TLS അപ്പോയിന്റ്മെന്റിന്റെ അത് 32 പൗണ്ട് ആണ്. എന്നിട്ട് നമ്മൾ എക്സ്പ്രസ് കൊറിയർ എടുക്കുന്നെങ്കിൽ ഒരാൾക്ക് 30 പൗണ്ട് വെച്ചിട്ടാണ്. അപ്പൊ ഞങ്ങൾ എടുത്ത എക്സ്പ്രസ് കൊറിയർ ആയിരുന്നു. അപ്പൊ അത് ഒരാൾക്ക് 30 പൗണ്ട് വെച്ചിട്ട് വന്നു. പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് പ്രൈം ടൈം അപ്പോയിന്റ്മെന്റ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് 7:30 to 8 ആണ് വരുന്നത് TLS. അതിന് വരുന്നത് 70 പൗണ്ട് വെച്ചിട്ടാണ്. അപ്പൊ ഞങ്ങൾ പ്രൈം ടൈം അല്ല എടുത്തത്, ഞങ്ങൾ സാധാ നോർമൽ ടൈം ആയിരുന്നു ഞങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഈ ഒരു 70 പൗണ്ട് പേ ചെയ്യേണ്ട ആ ഒരു ആവശ്യം വന്നില്ല. പിന്നെ വരുന്നത് ഫ്ലിക്സ് ബസ്സിന് ഒരാൾക്ക് 2 വേ വരുന്നത് 53 പൗണ്ട് ആണ്. അപ്പൊ ഇത്രയുമാണ് ആ ഒരു എമൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്. ഇനി ബാങ്ക് ബാലൻസിന്റെ ഡീറ്റെയിൽസും കൂടെ നിങ്ങൾ ആ ഒരു കവർ ലെറ്ററിൽ കൂടെ എഴുതണം കേട്ടോ. അപ്പം മിനിമം ബാങ്ക് ബാലൻസ് അവർ പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു നല്ലൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങൾ എന്തായാലും ആ ഒരു കവർ ലെറ്ററിൽ എഴുതണം. അപ്പൊ ഇത്രയൊക്കെയാണ് ഷെങ്കൻ വിസയുടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഡെമോൺസ്ട്രേഷൻ ഒന്ന് കണ്ടാലോ. അപ്പൊ ഞങ്ങൾ ഫ്രാൻസിൽ പോയത് ഫ്രാൻസിന്റെ ഡെമോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഗൂഗിളിൽ പോയിട്ട് ഫ്രാൻസ് വിസ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന ഒരു സൈറ്റ് ഉണ്ട്. ആ ഒരു സൈറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ആ ഒരു സൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു പേജ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഡു യു നീഡ് എ വിസ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ ആദ്യം കാണും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേജ് നിങ്ങൾക്ക് വരും. അപ്പോൾ അതിനകത്ത് നമ്മുടെ നാഷണാലിറ്റി, ഏജ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണേ. പിന്നെ താഴോട്ട് പോകുമ്പോൾ നമ്മുടെ പ്ലേസ് ഓഫ് സബ്മിഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ UK അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് UK വേണം സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ വിസ ടൈപ്പ് അവർ ചോദിക്കുന്നുണ്ട്. അപ്പം ഷോർട്ട് സ്റ്റേ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഫോർവേഡായിട്ട് നിൽക്കാനായിട്ടൊന്നുമല്ല നോക്കും, നമ്മൾ ജസ്റ്റ് ഷെങ്കൻ വിസയ്ക്ക് വേണ്ടിയല്ല അപ്ലൈ ചെയ്യുന്നത്. അപ്പം ആ ഒരു രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. പിന്നെ മെയിൻ ഡെസ്റ്റിനേഷൻ, അപ്പം ഫ്രാൻസിലോട്ട് പോകുന്നതുകൊണ്ട് ഫ്രാൻസ് തന്നെ ഉള്ള രീതിയിൽ നമ്മൾ മെയിൻ ഡെസ്റ്റിനേഷനായിട്ട് കൊടുക്കും. പിന്നെ താഴോട്ട് പോകുമ്പോഴത്തേക്കും ട്രാവൽ ഡോക്യുമെൻ്റ് ചോദിക്കുന്നുണ്ട്. അപ്പം ട്രാവൽ ഡോക്യുമെൻ്റായിട്ട് വെക്കുന്നത് പാസ്പോർട്ടാണ്. അപ്പോൾ പാസ്പോർട്ട് അതിവിടെ ഇഷ്യൂ ചെയ്തെന്നുള്ള ആ ഒരു പ്ലേസാണ് ഇന്ത്യ. അങ്ങനെ ആ ഒരു പേജ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തൊരു പേജിലോട്ട് പോകുമ്പോഴത്തേക്കും താഴോട്ട് പോകുമ്പോഴത്തേക്കും യോർ പ്ലാൻസ് എന്നുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തിനാണ് ഈ ഒരു ട്രിപ്പ്, എന്ത് കാര്യത്തിനാണ് ഈ ഒരു ട്രിപ്പിന് പോകുന്നത്, സ്റ്റഡി പർപ്പസ് ആണോ, ഫാമിലി ഓർ ഫ്രണ്ട്സ് ആണോ, അതോ ടൂറിസം ആണോ എന്നുള്ളത്. അപ്പോൾ ടൂറിസം ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ സെലക്ട് ചെയ്തിട്ട് മെയിൻ പർപ്പസ് ഓഫ് സ്റ്റേയും ടൂറിസം തന്നെയാണ്. എന്നിട്ട് പിന്നെ അടുത്തൊരു പേജിലോട്ട് അത് പോകുന്നുണ്ട്. നെക്സ്റ്റ് പേജിൽ അവർ കാണിച്ചിരിക്കുന്ന എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് ഇതിനെ വേണ്ടതെന്നുള്ളത്. അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും അവർ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ അതിനനുസരിച്ചുള്ള ഡോക്യുമെൻറ്റ്സ് അങ്ങ് പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതാണ് ലാസ്റ്റ് പേജ് വരുന്നത്. പിന്നെ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് എല്ലാം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ആപ്ലിക്കേഷൻ റേറ്റ് അവർ പറയുന്നുണ്ട്. എല്ലാം ഒന്ന് വായിച്ചു കഴിയുമ്പോഴത്തേക്കും സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ അടുത്തൊരു പേജിലോട്ട് അത് പോകും. ഇതിനകത്ത് അവർ ലോഗിൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ ലോഗിൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ന്യൂ യൂസർ എന്നുള്ള രീതിയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണേ. അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ആക്കി ലോഗിൻ ആക്കിയതിന് ശേഷം മൈ ആപ്ലിക്കേഷൻസ് എന്നുള്ളൊരു പേജ് അങ്ങോട്ട് വരും. എന്നിട്ട് പിന്നെ നമ്മൾ അതിനകത്ത് ക്രിയേറ്റ് ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പേജ് നമുക്ക് വരുന്നുണ്ട്.
അപ്പോൾ യോർ സിറ്റുവേഷൻ എന്നുള്ള കറണ്ട് നാഷണാലിറ്റി ഇന്ത്യൻ ആയതുകൊണ്ട് ഇന്ത്യ എന്നുള്ള രീതിയിൽ അങ്ങനെ കൊടുക്കുക. എന്നിട്ട് പിന്നെ സ്റ്റേ ഇപ്പോൾ UK എന്നായതുകൊണ്ട് UK എന്നുള്ള രീതിയിൽ കൊടുക്കണം. പിന്നെ സിറ്റി ഓഫ് സബ്മിഷന് നമുക്ക് ഇവിടുന്ന് അടുത്തായിട്ടുള്ള ഒരു സെൻറ്റർ ഏതാണോ ആ ഒരു സെൻറ്റർ വേണം കൊടുക്കാനായിട്ട്. അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് അടുത്ത ലണ്ടൻ ആയതുകൊണ്ട് ഞങ്ങൾ ലണ്ടനാണ് കൊടുത്തത്. പിന്നെ വിസ ടൈപ്പ് റിക്വയർമെൻറ്റ് മെയിൻ ഡെസ്റ്റിനേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രാൻസ് ആണ്. വിസ ടൈപ്പ് റിക്വയർഡ് ആദ്യത്തെ ഇതിൽ ചെയ്ത പോലെ തന്നെ ഷോർട്ട് സ്റ്റേ ആണ് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ ഇതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വരുന്നത് യോർ ട്രാവൽ ഡോക്യുമെൻ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ ഓർഡിനറി പാസ്പോർട്ടാണ് വെക്കുന്നത്. പിന്നെ പാസ്പോർട്ട് നമ്പറും പിന്നെ ഡേറ്റ് ഓഫ് ഇഷ്യൂയും എക്സ്പയറി ഡേറ്റും ഒക്കെ ഒന്ന് സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പ്രൊസീജിയർ പോലെ തന്നെ സെയിം പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ യോർ പ്ലാൻസ് എന്നുള്ള അതിനകത്ത് നമ്മൾ ടൂറിസം ആണ് എടുക്കുന്നത്. എന്നിട്ട് മെയിൻ പർപ്പസ് ഓഫ് സ്റ്റേ എന്ന് പറയുന്നത് അതും ടൂറിസം തന്നെയാണ്. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ നമുക്കൊന്നുമില്ല. എന്നിട്ട് പിന്നെ നമുക്ക് വെരിഫൈ എന്നുള്ള രീതിയിൽ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഒക്കെ അടിച്ച് വരുമ്പോഴത്തേക്കും അടുത്തൊരു പേജ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ആണ്. അതിനകത്ത് നമ്മുടെ സെക്സ്, ലാസ്റ്റ് നെയിം, പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മാരിറ്റൽ സ്റ്റാറ്റസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ നമുക്ക് പതുക്കെ എൻ്റർ ഒക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങളെ കാണിക്കാനായിട്ട് ഡെമോയ്ക്ക് വേണ്ടിയാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മുടെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അപ്പം അഡ്രസ്സ് എൻ്റർ ചെയ്യേണ്ടത് ഇവിടുത്തെ അഡ്രസ്സാണ്. അഡ്രസ്സും പോസ്റ്റ് കോഡും സിറ്റി അങ്ങനത്തെ സാധനങ്ങളെല്ലാം എൻ്റർ ചെയ്യണം. പിന്നെ ഫോൺ നമ്പർ ആണെങ്കിൽ നിങ്ങളുടേതും ഇമെയിലും നിങ്ങളുടെ തന്നെയാണ്. അപ്പോൾ കപ്പിൾസ് ആയിട്ട് എൻ്റർ ചെയ്യുന്ന ടൈമിൽ അവരുടെ ഇമെയിലും ഫോൺ നമ്പറും വെച്ചിട്ടാണ് കേട്ടോ എൻ്റർ ചെയ്യുന്നത്. അതെല്ലാം അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഡീറ്റെയിൽസ് ഓഫ് യുവർ ഐഡൻറ്റിറ്റി എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറണ്ട് നാഷണാലിറ്റി വെച്ചിട്ട് നമ്മൾ വേറൊരു കൺട്രിയിലാണോ താമസിക്കുന്നുള്ള രീതിയിലാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് യെസ് ആണ്. എന്നിട്ട് പിന്നെ നമ്മൾ UK BRPയുടെ ഡീറ്റെയിൽ ആ ഒരു നമ്പർ വേണം ആദ്യം അടിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിസ എക്സ്പയറി ഡേറ്റ് ആണ് കേട്ടോ. BRP എക്സ്പയറി ഡേറ്റ് അല്ല, വിസ എക്സ്പയറി ഡേറ്റ് ആണ് വരുന്നത്. എന്നിട്ട് ഡേറ്റ് ഓഫ് ഇഷ്യൂ കൂടെ അടിച്ചു കൊടുക്കണം. എന്നിട്ട് പിന്നെ അവർ ചോദിക്കുന്നത് ഫാമിലിയുമായിട്ടാണോ ട്രാവൽ ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ്. അപ്പം അതും 2 നോയാണ് വരുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ഇവിടുത്തെ കറണ്ട് ജോബ് ഡീറ്റെയിൽസ് ആണ് ഫുള്ള് ചോദിക്കുന്നത്. നമ്മുടെ കറണ്ട് ജോബ് ഏത് പ്രൊഫഷനാണെന്നും സെക്ടറാണെന്നും പിന്നെ എംപ്ലോയി നെയിമും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അതിനനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം. അടുത്തൊരു പേജിലോട്ട് പോകുമ്പോഴത്തേക്കും അവർ നമ്മൾ നേരത്തെ ഷെങ്കൻ വിസ വല്ല എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ എടുത്തില്ലാത്തതുകൊണ്ട് 2 നോയാണ് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് പേജ് കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ആദ്യം അവർ ചോദിക്കുന്ന പ്ലാൻഡ് ഡേറ്റ് ഓഫ് അറൈവൽ ഇൻ ഷെങ്കൻ ഏരിയ എന്നാണ്. അപ്പോൾ നിങ്ങൾ ഫ്രാൻസിൽ എന്നാണോ അറൈവ് ചെയ്യുന്ന ആ ഒരു ഡേറ്റ് വേണം അതിനകത്ത് എഴുതാൻ. അപ്പം അറൈവൽ ഡേറ്റും ഡിപ്പാർച്ചർ ഡേറ്റും നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ എത്ര ദിവസമായിരിക്കും അവിടെ സ്റ്റേ ചെയ്യുന്നതെന്നുള്ളത് അതും ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കണം. എന്നിട്ട് പിന്നെ താഴെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് സ്റ്റേസ് പ്ലാൻഡ് ഇൻ ഫ്രാൻസ് ഫോർ ദ കമ്മിങ് ഇയർ എന്ന് വെച്ചാൽ ഷെങ്കൻ വിസ അടിച്ചിരിക്കുന്ന അത്രയും 6 മാസത്തേക്കുള്ളിൽ ഞങ്ങൾ എത്ര പ്രാവശ്യം ഫ്രാൻസ് വിസിറ്റ് ചെയ്യുന്നുണ്ടോ അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. 10 പ്രാവശ്യം വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 എഴുതി വെക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് നമ്പർ ഓഫ് എൻട്രീസ് റിക്വയർഡ്, അതിപ്പം സിംഗിൾ എൻട്രി ആണോ മൾട്ടിപ്പിൾ എൻട്രി ആണോ എന്നുള്ളത് അതും നമ്മുടെ ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ മൾട്ടിപ്പിൾ എൻട്രി ആണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഫ്രാൻസ് അല്ലാതെ വേറെ ഏത് കൺട്രീസ് ആണെങ്കിലും നമുക്ക് പോകാനായിട്ട് പറ്റും. എന്നിട്ട് താഴെ അവർ വീണ്ടും ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിരിക്കുന്നത് ഏത് ആ ഒരു സ്റ്റേ പ്രൊജക്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ടൂറിസത്തിന് റിലേറ്റഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പം ടൂറിസം എന്നുള്ള രീതിയിൽ കൊടുത്താൽ മതി. നെക്സ്റ്റ് പേജിൽ ചോദിക്കുന്നത് നമ്മളൊരു ട്രാവൽ ഗ്രൂപ്പിനകത്താണോ അല്ലെങ്കിൽ നമ്മൾ തന്നെയാണോ പോകുന്നതെന്നുള്ള രീതിയിലാണ്. അപ്പം ഇത് നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് മൈ ഹോട്ടൽ എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഹോട്ടൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ ഹോട്ടൽ ഏതാണെന്നൊക്കെ ഉള്ള ഒന്ന് കരുതി വെക്കണം. എന്നിട്ട് അതിനനുസരിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ അവർ ഫണ്ടിങ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫണ്ടിങ് മൈസെൽഫ് തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ ഓൾറെഡി പേ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കയ്യിലൊരു ക്രെഡിറ്റ് കാർഡും അങ്ങനത്തെ ബാങ്ക് കാർഡ്സൊക്കെയാണ് എടുക്കുന്നത്. ക്യാഷ് ആയിട്ടൊന്നും അങ്ങനെ എടുക്കുന്നില്ല. പിന്നെ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അടുത്തൊരു പേജിൽ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അവരുടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. അങ്ങനെ ഓരോ കാര്യങ്ങളും അവർ നല്ല വൃത്തിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് പിന്നെ ഈ ഒരു മൈ ആപ്ലിക്കേഷൻസ് ആ ഒരു പേജിൽ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ കണ്ടോ, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷനാണ്. അതിൽ തന്നെ ആഡ് ആൻ ആപ്ലിക്കേഷൻ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്ലറേഷനാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഡിക്ലറേഷൻ ടിക്ക് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.
അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഫീ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 90 യൂറോ ആണ് വരുന്നത്. പൗണ്ടിൽ പറയുകയാണെങ്കിൽ 75 പൗണ്ടാണ് വരുന്നത്. എന്നിട്ട് പിന്നെ അതൊന്ന് വായിച്ചിട്ട് കണ്ടിന്യൂ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് നമുക്ക് വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് വരുമ്പോഴത്തേക്കും ഈ ഒരു ആപ്ലിക്കേഷൻ തൽക്കാലം ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കണേ, പക്ഷെ ക്ലോസ് ചെയ്യരുത്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മെയിൻ പാർട്ടാണ്. അപ്പോൾ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് യു വിൽ ഫൈൻഡ് ദ നെസസറി ഇൻഫർമേഷൻ ടു മേക്ക് യുവർ അപ്പോയിൻമെന്റ് ഓൺ ദ പേജ് ഓഫ് യുവർ പ്ലേസ് ഓഫ് റെസിഡൻസ് എന്നുള്ളത്. അപ്പോൾ ദ പേജ് ഓഫ് യുവർ പ്ലേസ് ഓഫ് റെസിഡൻസ് എന്നുള്ള ആ ഒരു ഹൈലൈറ്റ് ചെയ്ത പോർഷൻ കണ്ടോ, അതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പേജിലോട്ട് ഇത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂറോപ്പ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ UK ആ ഒരു ഫ്ലാഗ് നോക്കിയിട്ട് ക്ലിക്ക് ചെയ്യണേ. എന്നിട്ട് പിന്നെ നമ്മുടെ വിസ ആപ്ലിക്കേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് TLS എന്ന് പറഞ്ഞൊരു സെൻറ്ററാണ് കേട്ടോ. അപ്പോൾ TLSൻ്റെ മെയിൻ സൈറ്റിലോട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു അപ്പോയിൻമെൻ്റ് ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. ഇതാ അപ്പോൾ TLSൻ്റെ പേജ് ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിസ ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തല്ലോ. അപ്പോൾ അതിനകത്ത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് കൺട്രി എന്നുള്ള നമ്മൾ കൊടുക്കണം. ഈ ഒരു പേജിൻ്റെ ഏറ്റവും താഴെയായിട്ട് ചൂസ് ദ വിസ സെൻറ്റർ ഫോർ ഫ്രാൻസ് എന്നുള്ള ആ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ UK സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്ന് അടുത്തുള്ള ഒരു സെൻറ്റർ വേണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് അടുത്തുള്ള സെൻറ്റർ ലണ്ടൻ ആണ്, അതുകൊണ്ട് ലണ്ടനാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് നിങ്ങൾക്ക് വരും. അപ്പോൾ ഇതിലും നമുക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് ഒരു അക്കൗണ്ടൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഇമെയിൽ ID പിന്നെ ഒരു പാസ്വേഡൊക്കെ വെച്ചിട്ട് ഒരു അക്കൗണ്ട് ഒന്ന് ക്രിയേറ്റ് ആക്കി എടുക്കണം. അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ലോഗിനൊക്കെ ആയ ശേഷം പിന്നെ ഒരു പ്രൈവസി പോളിസി എന്ന് പറഞ്ഞ ആ ഒരു സാധനമൊക്കെ വരും. അതൊന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനൊരു പേജ് വരുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് ക്രിയേറ്റ് ആൻ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് പേഴ്സണൽ ഇൻഫർമേഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവർ നമ്മുടെ ആ ഒരു ടൂറിസം ആ ഒരു വിസയുടെ ആ ഒരു ടൈപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് റെഫറൻസ് നമ്മൾ എടുത്തത് നമ്മൾ നേരത്തെ ആപ്ലിക്കേഷൻ ഫോം ചെയ്തപ്പോൾ ഉള്ള ആ ഒരു പേജില്ലേ, ഈ ഒരു TLS കോൺടാക്റ്റിലോട്ട് പോയ ആ ഒരു പേജ്, അതിനകത്ത് തന്നെ ഒരു റെഫറൻസ് നമ്പർ ഉണ്ട്, താഴെ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു റെഫറൻസ് നമ്പർ കോപ്പി പേസ്റ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ബാക്കിയെല്ലാം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും നാഷണാലിറ്റിയും അങ്ങനത്തെ പാസ്പോർട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു പേജിലെ ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജ് വരും. അപ്പോൾ ഇതിനകത്ത് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടില്ല, ജസ്റ്റ് സബ്മിറ്റ് എന്ന് മാത്രം കൊടുത്താൽ മതി. സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൺഫേം എന്നുള്ള രീതിയിൽ കൊടുക്കണം. എന്നിട്ട് പിന്നെ നമ്മുടെ ഫോൺ നമ്പർ വെരിഫിക്കേഷനാണ് കേട്ടോ. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്ത ആ ഒരു പേജിൽ പോയിട്ട് ആ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ് സൈനിങ് ഓഫ്.